കേരളത്തിൽ UDF അധികാരത്തിൽ വരികയാണെങ്കിൽ തീർച്ചയായും KC വേണുഗോപാലായിരിക്കും അടുത്ത മുഖ്യമന്ത്രി എന്നുള്ള രീതിയിലുള്ള ചർച്ചകൾ നിരവധി, അതായത് 3-4 മാസം മുന്നേ തന്നെ നമുക്ക് ഡൽഹിയിൽ നിന്ന് കേൾക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. അദ്ദേഹം ഇത്തവണ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചില്ല, ശരിയാണ്. പക്ഷേങ്കിൽ പോലും തെരഞ്ഞെടുപ്പിന് വേണ്ടിയിട്ടുള്ള കളമൊരുക്കുന്നതിൽ ഏറ്റവും നിർണായകമായ പങ്ക് വഹിച്ചത് KC ആണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. കേരളത്തിലെ വളരെ ചെറിയ സംഘടനാ പ്രശ്നങ്ങളിൽ പോലും വളരെ കൃത്യമായി ഇടപെടുകയും ആ വിഷയങ്ങൾ ഒരിക്കലും വലിയ വിഷയങ്ങളായി മാറാതെ അപ്പപ്പ പരിഹരിച്ചു പോകാനൊക്കെ സംഘടന ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ KCക്ക് കഴിഞ്ഞിരുന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഹൈക്കമാൻഡുമായിട്ടും വളരെ അടുത്ത് പെരുമാറിക്കൊണ്ടിരിക്കുന്ന ഒരു നേതാവ് എന്നുള്ള നിലയിൽ KC വളരെ ശക്തനാണ്. അതുകൊണ്ട് തന്നെ KC കേരളത്തിൻ്റെ ഭരണം ചുമതല ഏറ്റെടുക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. രാജേട്ട നമസ്കാരം. രാജേട്ട, ഇപ്പോൾ UDF വൻ ഭൂരിപക്ഷത്തോടു കൂടിയിട്ടാണ് അധികാരത്തിലെത്തിയിരിക്കുന്നത്. ചരിത്ര ഭൂരിപക്ഷമാണ് 102 സീറ്റുകൾ. ഈ 102 സീറ്റ് എന്നുള്ള ചരിത്ര വിജയം നേടി UDF അധികാരത്തിൽ വരുന്ന സമയത്ത് കോൺഗ്രസിനും മികച്ച നേട്ടമാണുള്ളത്. കാരണം എനിക്ക് തോന്നുന്നു മറ്റ് ഘടകകക്ഷികളെക്കാളൊക്കെ മികച്ച രീതിയിലുള്ള ഒരു പ്രകടനമാണ് ഇപ്രാവശ്യം കോൺഗ്രസ് കാഴ്ചവെച്ചിട്ടുള്ളത്. പൊളിയാത്ത പല കോട്ടക്കൊത്തളങ്ങളും പൊളിഞ്ഞു വീണു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട്. ഇപ്പോൾ KC വേണുഗോപാൽ എന്ന് പറയുന്ന AICC ജനറൽ സെക്രട്ടറി, അദ്ദേഹം നടത്തിയ വിസ്മയങ്ങളായിരുന്നു ഈ പറയുന്ന മട്ടന്നൂരെ TK ഗോവിന്ദനും V കുഞ്ഞികൃഷ്ണനും, അതോടൊപ്പം തന്നെ നമ്മളുടെ ഏറ്റവും എടുത്തു പറയേണ്ടത് G സുധാകരൻ എന്ന് പറയുന്ന ആളുടെ ഒരു വിമത സ്ഥാനാർത്ഥിത്വമൊക്കെ. ഇങ്ങനെ നോക്കിക്കാണുന്ന സമയത്ത് ഇപ്പോൾ രമേശ് ചെന്നിത്തല സീനിയോറിറ്റി വെച്ച് നമ്മൾ പരിശോധിക്കുന്ന സമയത്ത് രമേശ് ചെന്നിത്തലയാണ് മുഖ്യമന്ത്രിയാവേണ്ടത്. 2014 രമേശ് ചെന്നിത്തല KPCC പ്രസിഡന്റ് ആയിരുന്നു. ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ 2006 വലിയ ഒരു പരാജയത്തിന് ശേഷം 2011 UDFനെ അധികാരത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്ന ഒരു KPCC പ്രസിഡന്റ് ആയിരുന്നു രമേശ് ചെന്നിത്തല. രമേശ് ചെന്നിത്തലയ്ക്ക് തീർച്ചയായിട്ടും വന്ന് മുഖ്യമന്ത്രി സ്ഥാനം ക്ലെയിം ചെയ്യാനായിട്ടുള്ള റൈറ്റ് ഉണ്ടായിരുന്നു. പക്ഷേ അതൊന്നും നോക്കാതെ അദ്ദേഹം മനസ്സിലാകുന്ന അദ്ദേഹം പ്രതിപക്ഷ നേതാവായിരുന്നു. പക്ഷെ അന്ന് ഒരു സീനിയോറിറ്റിയെ മാനിച്ചുകൊണ്ട് രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രി സ്ഥാനത്തിന് ക്ലെയിം ചെയ്യുകയൊന്നും ചെയ്തിട്ടില്ല. പിന്നെ അവസാനത്തെ 2 വർഷമാണ് അദ്ദേഹം കേരളത്തിൻ്റെ ആഭ്യന്തരമന്ത്രിയായിട്ട് വന്നത് എന്നുള്ള കാര്യം കൂടി നമ്മൾ ഓർക്കേണ്ടതുണ്ട്. അപ്പോൾ അദ്ദേഹം 2016 തുടങ്ങി 2021 പ്രതിപക്ഷ നേതാവായിരുന്നു. എന്നാൽ 2021 നിർഭാഗ്യവശാൽ LDFൻ്റെ തുടർഭരണമാണ് ഇവിടെ ഉണ്ടായത്. അദ്ദേഹത്തിന് മുഖ്യമന്ത്രിയാകാൻ വേണ്ടിയിട്ട് സാധിച്ചില്ല. ഇപ്പോൾ ഈ ഒരു ബഹുഭൂരിപക്ഷം നേടി UDF അധികാരത്തിൽ വരുന്ന സമയത്ത് രമേശ് ചെന്നിത്തല ആയിരിക്കുമോ, KC വേണുഗോപാൽ ആയിരിക്കുമോ, അതോ VD സതീശനായിരിക്കുമോ? VD സതീശനെ സംബന്ധിച്ച് പറയുമ്പോൾ ഒരുപാട് ദീർഘവീക്ഷണങ്ങളും ഒരുപാട് കാഴ്ചപ്പാടുകളും ഒക്കെ ഉള്ളൊരു നേതാവാണ്. എന്നാൽ ചില ന്യൂനതകളും സാമൂഹികമായിട്ട് പരിശോധിക്കുന്ന സമയത്ത് സാമുദായിക നേതാക്കന്മാരുമായിട്ടുള്ള ചില പ്രശ്നങ്ങൾ, ന്യൂനപക്ഷങ്ങളുമായിട്ടുള്ള ചില അടുപ്പക്കൂടുതൽ, ഇതൊക്കെ അവിടെ പരിശോധിക്കപ്പെടും എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത്. ആരായിരിക്കും കേരളത്തിൻ്റെ മുഖ്യമന്ത്രി? തീർച്ചയായും KC വേണുഗോപാലായിരിക്കും. അപ്പം അദ്ദേഹം ഇത്തവണ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചില്ല, ശരിയാണ്. പക്ഷേങ്കിൽ പോലും തെരഞ്ഞെടുപ്പിന് വേണ്ടിയിട്ടുള്ള കളമൊരുക്കുന്നതിൽ ഏറ്റവും നിർണായകമായ പങ്ക് വഹിച്ചത് KC ആണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. KC ആണ് ഒരു വർഷം മുന്നേ തന്നെ കേരളത്തിലെ നേതാക്കന്മാരോട് പറയുന്നത് സംഘടനാപരമായ ദൗർബല്യങ്ങൾ ഒരുപാടുണ്ട്, സംഘടന വീണ്ടെടുക്കേണ്ടതുണ്ട്, പുനഃസംഘടന എത്രയും പെട്ടെന്ന് തീർക്കേണ്ടതുണ്ട്. പക്ഷേ അത് കൊണ്ട് കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിക്ക് യാതൊരു തരത്തിലുള്ള കോട്ടവും സംഭവിക്കരുത്. എല്ലാ കോൺഗ്രസ് പ്രവർത്തകരും മറ്റെല്ലാ ഗ്രൂപ്പ് പരിഗണനകളും എല്ലാം മാറ്റിവെച്ചുകൊണ്ട് കേരളത്തിൽ ഒറ്റ വർഷക്കാലം വളരെ സീരിയസ് ആയിട്ട് സംഘടനയെ ശക്തിപ്പെടുത്തുകയും ഭരണത്തിലേക്ക്, അതായത് 10 വർഷക്കാലം അധികാരത്തിലില്ലാത്ത ഈ പാർട്ടിയെ തിരിച്ച് അധികാരത്തിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളും തുടങ്ങേണ്ടതുണ്ട് എന്ന് ആദ്യമായി പ്രഖ്യാപിച്ചത് KC ആണ്. മാത്രമല്ല, ഓർമ്മയുണ്ടാവും, 2 തവണ വയനാട്ടിൽ കോൺഗ്രസിൻ്റെ ഇവിടുത്തെ പ്രവർത്തകരുടെ ഒരു യോഗം ചേരുകയും അവസാനത്തെ ലക്ഷ്യമായിരുന്നു. അതെ, ലക്ഷ്യം. അതിന് മുന്നേ തന്നെ ഒരു യോഗം ചേരുകയും ഈ യോഗത്തിൽ വെച്ചാണ് ഓരോ നേതാക്കന്മാർക്കും ഓരോ ജില്ലയുടെ ചുമതല കൊടുക്കുകയും വരാനിരിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വലിയ ഭൂരിപക്ഷം നേടണമെന്നും അങ്ങനെ ഭൂരിപക്ഷം നേടിക്കഴിഞ്ഞാൽ സ്വാഭാവികമായും ഉടൻ തന്നെ നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് ശക്തമായ ഒരു തിരിച്ചുവരവുണ്ടാവും എന്ന് കോൺഗ്രസ് നേതാക്കന്മാരെ ഉദ്ബോധിപ്പിച്ചതും അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചതും KC വേണുഗോപാലിൻ്റെ നേതൃത്വത്തിലായിരുന്നു നമുക്കറിയാം. ഇപ്പോൾ KC ഡൽഹിയിൽ കേന്ദ്രീകരിച്ച് ദീർഘകാലമായി പ്രവർത്തിക്കുന്ന ഒരു നേതാവാണ്. എങ്കിൽ പോലും കേരളത്തിലെ വളരെ ചെറിയ സംഘടനാ പ്രശ്നങ്ങളിൽ പോലും വളരെ കൃത്യമായി ഇടപെടുകയും ആ
വിഷയങ്ങൾ ഒരിക്കലും വലിയ വിഷയങ്ങളായി മാറാതെ അപ്പപ്പ പരിഹരിച്ചു പോകാനൊക്കെ സംഘടന ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ KCക്ക് കഴിഞ്ഞിരുന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഇവിടെ പലതരത്തിലുള്ള സംഘടനാ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒരു വേളയിൽ ദീപാദാസ് മുൻഷി, ഇവിടുത്തെ കേരളത്തിൻ്റെ ചുമതലയുള്ള ദീപാദാസ് മുൻഷി പറഞ്ഞിട്ടുണ്ട്, ഇവിടുത്തെ ഗ്രൂപ്പ് വലിയ പ്രശ്നമാണെന്നും പലതരത്തിലുള്ള ഗ്രൂപ്പ് നേതാക്കന്മാരെ നമുക്ക് ഒരുമിച്ച് കൊണ്ടുപോകുക എന്നുള്ളത് വലിയ ദുർഘടമായ ഒരു പരിപാടിയാണ് എന്നുള്ളത്. പക്ഷേ ഇത്തരം വിഷയങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴും സംഘടനാ ചുമതലയുള്ള സെക്രട്ടറി എന്ന നിലയിൽ KC അപ്പോൾ തന്നെ കേരളത്തിലെത്തുകയും നേതാക്കന്മാരെ കണ്ട് പ്രശ്നങ്ങൾ അപ്പപ്പോൾ പരിഹരിച്ചു പോവുകയൊക്കെ ചെയ്യും. നമ്മളിപ്പം ഈ അവസാന ഘട്ടത്തിൽ തന്നെ നമുക്കൊരു കാര്യം അറിയാം. കേരളത്തിൽ MP-മാരും മത്സരിക്കേണ്ടതില്ല എന്ന് തീരുമാനിക്കുന്നു. ഇതേ സമയത്താണ് കണ്ണൂരിൽ K. സുധാകരൻ ഞാൻ മത്സരിക്കും, 110% ഞാൻ കണ്ണൂരിൽ സ്ഥാനാർത്ഥിയാവുമെന്ന് പ്രഖ്യാപിക്കുന്നു. എല്ലാ ആളുകളും വിചാരിച്ചത് കോൺഗ്രസിന് വലിയ രീതിയിലുള്ള തിരിച്ചടി ഉണ്ടാവുമെന്നും സുധാകരൻ വലിയ പ്രശ്നക്കാരനായി മാറും എന്നൊക്കെയാണ്. പക്ഷേ സുധാകരൻ പോലും അറിയാതെ അദ്ദേഹത്തിനെ മെരുക്കി, അദ്ദേഹത്തിന് പ്രത്യേകിച്ചിട്ട് ഒരു അഭിപ്രായ വ്യത്യാസം ഇല്ലാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോയി എന്ന് മാത്രമല്ല, ഒരു കാലത്ത് KCയെ വളരെ ശക്തമായി എതിർത്തിരുന്ന K. സുധാകരൻ പിന്നീട് KCക്ക് പിന്തുണ പ്രഖ്യാപിക്കുകയും അദ്ദേഹം ഡൽഹിയിൽ പോയി അത് പരസ്യമായി പ്രഖ്യാപിക്കുകയും ചെയ്യുന്ന കാഴ്ചയും നമ്മൾ കണ്ടു. ഇത് ഒറ്റപ്പെട്ട ഒരു സംഭവമല്ല. ഇപ്പോൾ കേരളത്തിൽ പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയിൽ VD സതീശൻ നടത്തിയ പ്രവർത്തനങ്ങളെയൊന്നും ഒരിക്കലും കുറച്ച് കാണാൻ പറ്റില്ല. കാരണം അദ്ദേഹത്തിന് വലിയ രീതിയിലുള്ള ഈ പാർട്ടിയെ തിരിച്ചു കൊണ്ടുവരുന്നതിൽ വലിയ പങ്കാളിത്തം വഹിച്ചിട്ടുണ്ട്. നിയമസഭയിലും അദ്ദേഹം മുഖ്യമന്ത്രിക്കെതിരെ നിരന്തരമായി പോരാടിയിരുന്ന ഒരാളാണ്. ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചപ്പോൾ തന്നെ അദ്ദേഹം എല്ലാ സ്ഥലങ്ങളിലും, കേരളത്തിലെ എല്ലാ മണ്ഡലങ്ങളിലും എത്താൻ വേണ്ടി ശ്രമിച്ചിരുന്നു. അദ്ദേഹം എല്ലാ കോൺഗ്രസ് പ്രവർത്തകരെയും ഒരുമിച്ച് കൊണ്ടുപോകാനൊക്കെ ശ്രമിച്ചിട്ടുണ്ട്, ഊർജ്ജം പകരാൻ ശ്രമിച്ചിട്ടുണ്ട് എന്നൊക്കെ ഉള്ള കാര്യത്തൊന്നും യാതൊരു തർക്കവുമില്ല. പക്ഷെ ഇതിലൊരു വിഷയം എന്ന് പറയുന്നത് ദേശീയ തലത്തിൽ അല്ലെങ്കിൽ AICC നേതൃത്വത്തിൽ ഏറ്റവും ശക്തനായ നേതാവ് ഇപ്പോൾ KC ആണ്. അതുപോലെ തന്നെ ഹൈക്കമാൻഡുമായിട്ടും വളരെ അടുത്ത് പെരുമാറിക്കൊണ്ടിരിക്കുന്ന ഒരു നേതാവ് എന്നുള്ള നിലയിൽ KC വളരെ ശക്തനാണ്. അതുകൊണ്ട് തന്നെ KC കേരളത്തിൻ്റെ ഭരണം ചുമതല ഏറ്റെടുക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അത് തെരഞ്ഞെടുപ്പിന് മുന്നേ തന്നെ ഏറെക്കുറെ ഡൽഹിയിലെ പത്രപ്രവർത്തകർക്കിടയിലൊക്കെ ഈ ചർച്ചകൾ നേരത്തെ ഉണ്ടായിരുന്നു. കേരളത്തിൽ UDF അധികാരത്തിൽ വരികയാണെങ്കിൽ തീർച്ചയായും KC വേണുഗോപാലായിരിക്കും അടുത്ത മുഖ്യമന്ത്രി എന്നുള്ള രീതിയിലുള്ള ചർച്ചകൾ നിരവധി, അതായത് 3-4 മാസം മുന്നേ തന്നെ നമുക്ക് ഡൽഹിയിൽ നിന്ന് കേൾക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഡൽഹിയിൽ നിന്നും ഒരാൾ വരുന്നു എന്നുള്ള രീതിയിലല്ല, അദ്ദേഹം നിലവിൽ ഇപ്പോൾ ആലപ്പുഴയിലെ MP ആണ്. അപ്പോൾ ഇവിടെ ഉയരുന്ന ഏറ്റവും വലിയ ചർച്ച വീണ്ടും ഒരു ഉപതെരഞ്ഞെടുപ്പ് വരില്ലേ, അത് വലിയ ബാധ്യതയാവില്ല എന്ന്. ഇത് കേരളത്തിൽ ആദ്യമായി സംഭവിക്കുന്നില്ല. AK ആന്റണിയൊക്കെ പറന്നിറങ്ങി വന്ന് മുഖ്യമന്ത്രിയായ നമുക്കറിയാം. അതുപോലെ തന്നെ EK നായനാർ മത്സരിക്കാതിരുന്നിട്ട് പിന്നീട് മുഖ്യമന്ത്രിയായതറിയാം. അത് എല്ലാ ഇരു മുന്നണികളും ഇത്തരത്തിലുള്ള ചില നീക്കങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്. അത് രാഷ്ട്രീയത്തിൽ എല്ലാ കാലത്തും സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അതുകൊണ്ട് ഒരു ബൈ ഇലക്ഷൻ വരുന്നു എന്നുള്ളത് കൊണ്ട്, അല്ലെങ്കിൽ KC ആലപ്പുഴയിൽ മത്സരിക്കണമെങ്കിൽ അദ്ദേഹം ഏത് നിയമസഭാ മണ്ഡലമാണ് ചൂസ് ചെയ്യുക എന്നൊക്കെയുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട്. അദ്ദേഹത്തിന് എനിക്ക് തോന്നുന്നു കേരളത്തിൽ ഇപ്പോൾ ജയിച്ച് കയറിയിരിക്കുന്ന കോൺഗ്രസ്സുകാർ കയറിയിരിക്കുന്ന ഏത് മണ്ഡലത്തിൽ വേണമെങ്കിലും അദ്ദേഹത്തിന് ഒരാൾ രാജിവെച്ചാൽ അവിടെ ഉപതെരഞ്ഞെടുപ്പിൽ വളരെ ഈസി ആയിട്ട്, പ്രധാനമായും മുഖ്യമന്ത്രി എന്ന നിലയിൽ അദ്ദേഹത്തിന് ഈസിയായി ജയിച്ചു വരാവുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യമാണ് ഇപ്പോൾ കേരളത്തിലുള്ളത്. ആ സാഹചര്യം പൂർണ്ണമായി ഉപയോഗിച്ചുകൊണ്ട് തന്നെ അദ്ദേഹം വിജയിച്ചു വരികയും ചെയ്യും. പിന്നെ എനിക്ക് തോന്നുന്നത് കേരളത്തിൽ ഇപ്പോൾ നിലവിലുള്ള ചില ഗ്രൂപ്പ് സമവാക്യങ്ങളൊക്കെ KC വരുന്നതോടുകൂടി അവസാനിക്കുമെന്നാണ്. ഗ്രൂപ്പൊക്കെ മാറിയില്ല, ഇപ്പൊ ഗ്രൂപ്പ് അതാ പറഞ്ഞത്. അത്തരത്തിലുള്ള ഗ്രൂപ്പ് താല്പര്യങ്ങളും എല്ലാം മാറി നിൽക്കാനും കേരളത്തിൽ കുറച്ചും കൂടി സീരിയസ് ആയിട്ടുള്ള ഒരു ഭരണം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഇപ്പം കേരളത്തിൽ എല്ലാ കാലത്തും ഉണ്ടാകുന്ന ഏറ്റവും വലിയ വിഷയം എന്ന് പറഞ്ഞാൽ വലിയ ആഘോഷപൂർവ്വം അല്ലെങ്കിൽ വലിയ താല്പര്യപൂർവ്വം UDFനെ അധികാരത്തിലെത്തിച്ചാലും അവസാനമാകുമ്പോഴേക്ക് വിവിധ പ്രശ്നങ്ങൾ ഉന്നയിക്കപ്പെടുകയും പലതരത്തിലുള്ള വിവാദങ്ങൾ അകപ്പെടുകയൊക്കെ ചെയ്യുന്നൊരു കാഴ്ച കാണും. ഇപ്പോൾ മുഖ്യമന്ത്രിമാരൊക്കെ അവസാനമാകുമ്പോഴേക്ക് വലിയ രീതിയിൽ പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കാൻ പോലും പറ്റാത്ത രീതിയിലേക്ക് ദുർബലരായി മാറുന്ന ഒരു കാഴ്ചയൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തവണ ഒരു ശക്തമായ ഭരണം കാഴ്ചവെക്കാൻ പറ്റിയാൽ ഒരുപക്ഷെ കേരളത്തിൽ ഒരു തുടർഭരണം പോലും UDFന് സാധ്യമാവുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം ഇപ്പോഴുണ്ട്. അതുകൊണ്ട് KC വേണുഗോപാൽ എന്ന് പറഞ്ഞാൽ ഇന്നലെ രാവിലെ കയറി വന്ന ഒരാളല്ല, ഒന്നുമല്ല. അദ്ദേഹം രമേശ് ചെന്നിത്തലയെ പോലെ തന്നെ KSUവിന്റെ പ്രസിഡന്റായി, അതിനുശേഷം പിന്നീട് പ്രസിഡന്റായി, മന്ത്രിയായിരുന്നു. അതിനുശേഷം ഇപ്പം കേന്ദ്രമന്ത്രി എന്ന നിലയിലും AICC ഭാരവാഹി എന്ന നിലയിലും കോൺഗ്രസിന്റെ സംഘടനാകാര്യങ്ങളുടെ ചുമതല വഹിക്കുന്ന ജനറൽ സെക്രട്ടറി കൂടിയാണ്. മാത്രമല്ല ഒരു മലയാളി ഇത്തരത്തിൽ AICC നേതൃത്വത്തിലൊക്കെ ഉയർന്നു വരുന്നത് വല്ലപ്പോഴും മാത്രം സംഭവിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് മറ്റ് സ്റ്റേറ്റിലുള്ള നേതാക്കന്മാരൊക്കെ ആയിട്ട് അടുത്ത ബന്ധമുണ്ട്. അപ്പോൾ ഇന്ത്യയിൽ ആകമാനം വലിയ തരത്തിൽ ബന്ധങ്ങളുള്ള ഒരു നേതാവ് കൂടിയാണ്
KC എന്നുള്ളതുകൊണ്ട് തന്നെ KC മുഖ്യമന്ത്രി പദത്തിലേക്ക് വരുന്നതിന് ഇപ്പോൾ നിലവിൽ ഒരു തടസ്സവുമില്ല. അദ്ദേഹത്തിന് വരാവുന്നതാണ്. അദ്ദേഹത്തിന് തീർച്ചയായും മുഖ്യമന്ത്രി സ്ഥാനത്തേക്കൊക്കെ വലിയ സ്വീകാര്യത ലഭിക്കുമെന്നുള്ള, ഇന്നിപ്പോ ഡൽഹിയിൽ അദ്ദേഹം ചെന്നിറങ്ങുന്ന സമയത്തുണ്ടായ സ്വീകരണമൊക്കെ. ഇത് കൂടാതെ തന്നെ വേറൊരു കാര്യമുള്ളത് വെച്ചാൽ ഈ രമേശ് ചെന്നിത്തലയ്ക്കും അതോടൊപ്പം തന്നെ KC വേണുഗോപാലിനും ഈ സാമുദായികമായിട്ടുള്ള എല്ലാ ആളുകളുമായിട്ട് ട്രബിൾ ഷൂട്ടറാ പുള്ളി. കാരണം എല്ലാ ആളുകളെയും പെട്ടെന്ന് അത് കൂടാതെ തന്നെ KCയുടെ വേറൊരു പ്രത്യേകത എന്താ വെച്ചാൽ ഇപ്പൊ നമ്മൾ നോക്കേണ്ടത് വെച്ചാൽ ഇപ്പൊ പുനലൂർ ഒരു വിമത സ്ഥാനാർത്ഥി വന്നു. അതെ, അദ്ദേഹത്തിനൊക്കെ കെട്ടിപ്പിടിച്ച് ആശ്വസിപ്പിച്ചു. അതോടൊപ്പം തന്നെ ഇവിടെ നമ്മളുടെ ആറന്മുള സീറ്റിന് വേണ്ടിയിട്ട് വിജയ് ഇന്ദുചൂടൻ വാശി പിടിച്ചു. അപ്പൊ അദ്ദേഹത്തെ വളരെ ഈസി ആയിട്ട് തന്നെ ഇതിനൊക്കെ എന്റെ പാർട്ടിക്ക് ആവശ്യമുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് തലോടുന്ന ആ ഒരു തലോടൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരുപക്ഷെ വലിയ വലിയ കാര്യങ്ങളായിട്ട് തന്നെ നമുക്ക് കാണാൻ പറ്റും. അത് സംഘടനാപരമായി എല്ലാ കാലത്തും പ്രശ്നമുണ്ടായി. ഇപ്പൊ നമ്മള് ഈ സമയത്തായിരുന്നു, കഴിഞ്ഞ കൊല്ലം ഇതേ സമയത്തായിരുന്നു KS സുധാകരനെ KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റുകയും KC കൊണ്ടുവരുന്നൊക്കെ. ഈ സമയത്തും വലിയ രീതിയിൽ സുധാകരന്റെ പക്ഷം വലിയ രോഷമുണ്ടാവുകയും അദ്ദേഹം വളരെ പൊട്ടിത്തെറിക്കും, ഒരുപക്ഷെ അദ്ദേഹം പാർട്ടി വിട്ടുപോകുന്ന രീതിയിലുള്ള ചർച്ചകളൊക്കെ ഉണ്ടായിരുന്നതാണ്. പക്ഷേ അതിനൊക്കെ വളരെ ഈസി ആയിട്ടായിരുന്നു KC കൈകാര്യം ചെയ്യുന്നത് എന്ന് നമ്മൾ കാണേണ്ടതുണ്ട്. ഇദ്ദേഹത്തിന്റെ ഈ തരത്തിലുള്ള മിടുക്ക് തന്നെയാണ് ഒരുപക്ഷെ KC ആവട്ടെ എന്ന് MLA-മാർക്കൊക്കെ തീരുമാനിക്കും. ഇപ്പൊ പല ആളുകളും എതിർപ്പ് പറഞ്ഞിരുന്നു, N ശക്തനെയൊക്കെ സ്ഥാനാർത്ഥിയാക്കിയതിൽ വലിയ വലിയ വിമർശനങ്ങൾ ഉയർന്നത്. പക്ഷെ അദ്ദേഹം അവിടെ വിജയിച്ചു. അല്ല, സ്ഥാനാർത്ഥി നിർണ്ണയമൊക്കെ ശരിക്കും കൃത്യമായിട്ട് ഇപ്പൊ ഈ ഏറ്റവും ഒരു ഉദാഹരണമാണ് ആലപ്പുഴയിൽ AD തോമസ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനെ കണ്ടെത്തി. AD തോമസ് ആണ് ശരിക്കും ഇപ്പോൾ താരം. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ AV തോമസ് ആയിരിക്കും രാജിവെച്ച് ആലപ്പുഴയിൽ KCക്ക് മത്സരിക്കാനുള്ള ഒരു സാഹചര്യം സൃഷ്ടിക്കാനുള്ള സാധ്യത എന്ന് ഞാൻ കാണുന്നു. അത് കൂടാതെ അദ്ദേഹം പാർലമെന്റിലേക്ക് അദ്ദേഹം അവിടെ മത്സരിക്കും. തീർച്ചയായിട്ടും ഒരു മത്സ്യത്തൊഴിലാളിയാണ് പുള്ളി. മത്സ്യത്തൊഴിലാളി കുടുംബമെന്നോ അല്ലെങ്കിൽ മത്സ്യത്തൊഴിലാളി പാരമ്പര്യമെന്നോ ലത്തീൻ സമുദായമെന്നോ ഒന്നും പറയാതെ ഒറിജിനൽ മത്സ്യത്തൊഴിലാളിയാണ്. 19ാമത്തെ വയസ്സ് തൊട്ടിട്ട് കടലിൽ പോയിക്കൊണ്ടിരിക്കുന്ന അതിശക്തനായ ഒരു നേതാവാണ് ഈ തോമസ് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു തോമസ് യുഗമാണ് ആലപ്പുഴയിൽ നടക്കാൻ പോകുന്നതെന്ന് കൂടി നമ്മൾ ഇതിനെ കൂടെ കൂട്ടി വായിക്കേണ്ടതുണ്ട്.